ശബരിനാഥ് ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ശബരിനാഥ്, അതായത് ഈ ഡ്രസ്സ് കുഴപ്പം എന്നത് നിറം വലിയ പ്രശ്നമല്ല, പക്ഷേ ഖദറിൽ നിർമ്മിക്കപ്പെട്ട കളറുകളായിരിക്കണം എന്നതാണ് ഇപ്പോൾ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഞാൻ ഈ രാഹുൽ ഗാന്ധി അടക്കമൊക്കെ കറുത്ത ടീഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട്, വെളുത്ത ടീഷർട്ട് ഇട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നല്ല ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഇട്ട് രാഹുൽ ഗാന്ധി അടക്കമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് ഉത്തരേന്ത്യയിലും ഡൽഹിയിലുമൊക്കെ ആണല്ലോ. അതിനെ കേരളവുമായി താരതമ്യം ചെയ്യേണ്ടതില്ല എന്ന് കൂടിയാണ് അജയ് തറയിൽ പറയുന്നത്. അല്ല, ഞാനിതൊരു വിവാദമാക്കാനോ ഒന്നും പറഞ്ഞൊരു കാര്യമല്ല. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായം 100% സ്വീകാര്യമാണ്. ഇപ്പൊ എന്റെ പിതാവും ലീഡറും ഉമ്മൻചാണ്ടി സാറും ഒക്കെ ഫുൾ ടൈം ഖദറിട്ടിരുന്ന ആൾക്കാരാണ്. പറഞ്ഞു വന്ന് അതിനകത്ത് ഈ ഖദറെന്നോ ഒരു വ്യത്യാസമില്ലാതെ നമ്മളങ്ങ് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാനെന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത്, ഖദറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊക്കെ ഉള്ളത് ഒരു മെയിൻ്റനൻസിന്റെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ 6000-ന്റെ 7000-ന്റെ ഷർട്ടൊന്നും അല്ല ഭൂരിഭാഗം. ഞാനൊന്നും അത്രയും വിലയുള്ള ഷർട്ട് ധരിക്കാറില്ല. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് വളരെ മിതമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് ഒന്ന് ഇസ്തിരിക്ക് കൊടുത്താൽ 10 രൂപയ്ക്ക് ഇസ്തിരി ചെയ്ത് കിട്ടും. ഒരു ഖദർ ഷർട്ട് ആണെങ്കിൽ മിനിമം നമ്മളൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്യണമെങ്കിൽ 50 രൂപ മിനിമം ആവുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ടൊക്കെയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ രണ്ടും ഉപയോഗിക്കുന്നത്. ഞാൻ എന്തായാലും രണ്ടും ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ ഖദർ കോൺഗ്രസിന്റെയും നാഷണലിസത്തിന്റെയും ഒക്കെ ഒരു പ്രതീകമാണെന്നുള്ളത് 100% സത്യമാണ്. അതൊരു വലിയൊരു ലക്ഷ്യത്തിന്റെ പിന്നാലെ അന്ന് ഉണ്ടാക്കാൻ ആളുകളെ യോജിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് എംപയറിനെതിരെ, ബ്രിട്ടീഷ് ടെക്സ്റ്റൈലുകൾക്കെതിരെ ആളുകളെ യോജിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു ചിഹ്നം കൂടിയാണ്. ശരി, പക്ഷേ ശ്രീ ശബരിനാഥ്, കാലമേറെ മാറിയില്ലേ? താങ്കളടക്കം ഈ യുവാക്കളിലേക്കോ അല്ലെങ്കിൽ പുതിയ തലമുറയിലേക്കോ ജനങ്ങളിലേക്കോ ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ നോക്കിയാണോ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തകരെ വിലയിരുത്തുന്നത്? അവർക്ക് അവരുടെ പ്രവൃത്തി എങ്ങനെ, അവരുടെ ജീവിത രീതി എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഒരു വസ്ത്രം ധരിക്കുക, ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക, നല്ല വാച്ച് കിട്ടുക, ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് പാടില്ലാത്ത ഒന്ന് എന്ന തരത്തിലാണോ ഈ പൊതുസമൂഹം ഇപ്പോഴും കാണുന്നത് എന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, പൊതുസമൂഹം കൂടുതൽ മെച്യൂർ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആളുകൾക്ക് അവരുടെ വർത്ത് അനുസരിച്ച് അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തന്നെ എത്രയോ ബെൻസിൽ പോകുന്ന MLA-മാരുണ്ട്, അല്ലെങ്കിൽ റേഞ്ച് റോഡിൽ പോകുന്ന MLA-മാരുണ്ട്. അവരൊക്കെ ആ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അല്ലാതെ ഇങ്ങനെ റേഞ്ച് റോവറിൽ പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പാങ് അനുസരിച്ച് നിങ്ങൾ വസ്ത്രധാരണം നടത്തി നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷെ മനസ്സിലും ആ പറഞ്ഞ പാർട്ടിയുടെ ആദർശങ്ങളും ആ ഒരു കാഴ്ചപ്പാടും ഉണ്ടാകുക. തീർച്ചയായും ശ്രീ ശബരിനാഥ്, താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭ കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹികാവസ്ഥയുണ്ട്, സാമ്പത്തികമായ സാഹചര്യമുണ്ട്, ഒരു ഐക്യത്തിൻ്റെതായ പ്രതീകം ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യമുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ കാലം മുന്നോട്ടാണല്ലോ പോകുന്നത്. ഇവിടെ ഈ ഖദർ ധരിക്കാത്തത് നിഷേധാത്മകമായ നിലപാടാണ് എന്ന് അജയ് തറയിൽ പറയുന്നുണ്ട്. ഖദർ എന്നത് മുതലാളിത്തത്തിനൊക്കെ എതിരായിരുന്ന ഒരു സിമ്പലാണ് എന്ന് പറയുന്നു. അത്തരം സിമ്പലുകളുമായാണോ ഇനിയും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടത്? എന്താണ് താങ്കളുടെ നിലപാട്? അത് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ സമത്വത്തിന്റെ ആശയങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിലുള്ളതും പാർട്ടി കൊണ്ടുവന്ന ആശയങ്ങളുമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞൊരു 4-5 വർഷം കൊണ്ട് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുള്ള ഒരു വസ്ത്രധാരണ മാറ്റം നമ്മൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ നാട്ടുമ്പുറങ്ങളിൽ പോവുകയാണെങ്കിൽ, ഗ്രാമങ്ങളിൽ പോവുകയാണെങ്കിൽ, ഏറ്റവും പിന്നോക്ക മേഖലയിൽ പോവുകയാണെങ്കിൽ പോലും ഇന്ന് കുട്ടികൾ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഞാൻ ബ്രാൻഡുകളുടെ പേരൊന്നും പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ആൾ കയറുന്നത് 200 രൂപയുടെയും 300 രൂപയുടെയും ഷർട്ട് കിട്ടുന്ന പല ബ്രാൻഡുകളിലുമാണ്, അല്ലെങ്കിൽ ഓൺലൈനായി കിട്ടുന്ന സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും പണ്ടൊക്കെ എനിക്കത് പ്രശ്നമുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇവൻ പാവപ്പെട്ടവൻ, ഇവൾ പണമുള്ളയാൾ എന്നുള്ള ആ ഒരു വസ്ത്രധാരണം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അത് മാറി ഇന്ന് എല്ലാവരും ഒരുപോലെ വൈബ്രന്റായി ഡ്രസ്സ് ചെയ്യുമ്പോൾ, സത്യം പറയുകയാണെങ്കിൽ ആളുകൾ തമ്മിലുള്ള അന്തരം കുറയുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളൊന്ന് നാട്ടിൻപുറത്ത് ഒരു സ്കൂളിൽ പോയാൽ പണ്ടത്തെ പോലെ ആ ഒരു ഇവൻ പണമുള്ളയാൾ, ഇവൻ പാവപ്പെട്ട തിരിച്ചറിയാൻ വേഷവിധാനം കൊണ്ട് കഴിയുന്നില്ല. അത് നല്ല കാര്യമെന്ന് എന്റെ അഭിപ്രായം. അത് ഈ ചീപ്പ് റേറ്റിൽ കളർ ഡ്രസ്സ് വന്നുകൊണ്ടും ഈ പറഞ്ഞ പല കമ്പനികളും വന്നതുകൊണ്ടാണ് അഭിപ്രായക്കാരൻ. അത് കൂടുതൽ ഒരു ഇക്വാളിറ്റി ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്യുന്നത് കമ്പനികളാവാം, പക്ഷെ ഇന്ന് നാട്ടിൻപുറത്ത് പോയ പാവപ്പെട്ട കുട്ടികളൊക്കെ നല്ല ഡ്രസ്സുകളും സന്തോഷമില്ല, അവരും ആഘോഷിക്കാൻ നല്ലതാണത്. ഞാൻ എത്താം ഈ ശ്രീ അജയ് തറയിൽ.